മാഷേ നമസ്കാരം. നമസ്കാരം. BJP വലിയ പ്രതീക്ഷയിലാണ്. വോട്ട് കുറഞ്ഞെങ്കിലും ഒരു ക്ലൗഡ് 9ലാണ്. കുറേ ജില്ലകൾ അങ്ങ് പിടിച്ചടക്കാം എന്നുള്ളൊരു വിചാരത്തിലാണ്. കഴിഞ്ഞ ദിവസം പാർട്ടി വിട്ട് BJPയിലേക്ക് വന്ന ആ ഏറ്റുമാനൂർകാരൻ പറഞ്ഞത് ഞങ്ങൾ കേരളം ഇങ്ങ് റെജി ലൂക്കോസ് പറഞ്ഞ കേരളം ഇങ്ങ് കയ്യേറാൻ പോവുക. കയ്യേറ്റം എന്ന് പറയുന്നത് വനമേഖല അവർ പണ്ട് കൈയടക്കിയപ്പോൾ ഉണ്ടായൊരു വാക്കാണ് കയ്യേറ്റക്കാർ. പിന്നെ കുടിയേറ്റക്കാരാക്കി അവർ പട്ടയവും കൊടുത്തു. ഇപ്പം സമാധാനമുണ്ട്. പക്ഷേ ഇങ്ങനെ കയ്യേറുമോ? കുറേ ജില്ലകളെങ്കിലും അവരുടെ വരുതിയിലാവും. ഒന്നാം സ്ഥാനത്ത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് ജയിക്കാവുന്ന പാർട്ടിയാണെന്ന ഇമേജ് അവർക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. തന്നെയുമല്ല, ഇവര് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ളവരുടെ പ്രവർത്തനം ശ്രദ്ധിക്കണം. മേയർ ജനകീയനായിക്കൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക്, ഒരു DGP ഒക്കെ കൗൺസിലറായ ജനങ്ങളുടെ ഇടയിലേക്ക് പ്രവർത്തിക്കുക, അവർക്ക് ആക്സസ് കിട്ടുക തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ അതോടൊപ്പം തന്നെ അവിടുത്തെ നിലവിലുള്ള സ്റ്റാൻഡിംഗ് MLA പ്രശാന്ത് എന്ന് പറയുന്ന ഒരാൾ ഇവരുമായിട്ട് കൊമ്പ് കോർത്തിട്ട് അദ്ദേഹത്തിന് പിന്നെ അവിടുന്ന് പടിയിറങ്ങേണ്ടി വരിക, ഇതൊക്കെ അദ്ദേഹത്തിനെ ഓടിച്ചു. അതൊക്കെ കാണിക്കുന്നത് BJPയുടെ അപ്രമാദിത്വത്തിലേക്ക് ഇവർ വരുന്നുവെന്ന് ഒക്കെ അവിടെ മാറുന്നുവെന്ന് മാത്രമല്ല, ജനങ്ങളുടെ മുന്നിൽ BJP ഒരു ഹീറോ പരിവേഷമുണ്ട്. തലസ്ഥാന ജില്ല LDFന്റെ രണ്ടാം വട്ടവും ഭരിച്ചുകൊണ്ടിരിക്കുന്ന അതിശക്തനായ പിണറായി വിജയന്റെ ആ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന ആ ജില്ലയിൽ തേര് തെളിച്ചുകൊണ്ട് വിജയത്തിന്റെ ജൈത്രയാത്ര നടത്തുവാൻ ഞങ്ങൾക്ക് കഴിയും. അതായത് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു അവിടെ നടന്നത്. ആ മത്സരത്തിന്റെ അവസാന ലാപ്പിലേക്ക് BJP എത്തിച്ചേരുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല, നിർണായകമായ കാര്യമാണ്. തീർച്ചയായിട്ടും ഇരു മുന്നണികളോടും പാട വെട്ടിക്കൊണ്ട് ഇടത്ത് കൈകൊണ്ടും വലത്ത് കൈകൊണ്ടും വാൾ പിടിച്ച് വീശിക്കൊണ്ടാണ് അവർ നടത്തുന്നത്. എന്ന് മാത്രമല്ല, VK പ്രശാന്തിനെ പോലൊരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ജനപ്രിയനായിട്ട് MLA അവിടുന്ന് ഓടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ, അദ്ദേഹത്തിന് പലായനം ചെയ്യേണ്ടി വന്നു അല്ലേ? അങ്ങനെയാണ് സംഭവിച്ചത്. അല്ല, ഷെയ്ഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നതുപോലൊരു അവസ്ഥയിലേക്ക് അദ്ദേഹം പോയി. മരുതൻകുഴിയിൽ ഇപ്പോൾ വീഡിയോ എടുത്തിട്ട് ഞാൻ എന്തിനാ തർക്കത്തിനൊക്കെ പോകുന്നത്, ഞാൻ ഒരുപാട് വികസനം നടപ്പാക്കിയിട്ടുണ്ട്, ആ വികസനത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ അതുകൊണ്ട് ഞാൻ ഓടിയത്. ആ BJP ഉന്നയിച്ച ആരോപണങ്ങൾക്കൊന്നും ഒരൊറ്റ വാക്കിൽ പോലും മറുപടി പറയാൻ പറ്റിയിട്ടില്ല. ഇതൊരു വലിയ വിജയമാണ്, രാഷ്ട്രീയ വിജയമാണ്. പക്ഷേ ഇത് കാരണം ഈ അഴിമതിയെല്ലാം അതുപോലെ ഉണ്ട്. വൻതോതിൽ ഏതാണ്ട് 190 കോടി രൂപ വാടക ഇനത്തിൽ പിരിഞ്ഞു കിട്ടാറുണ്ട്. അതുപോലെ തന്നെ KSRTC കോർപ്പറേഷന് വേണ്ടി കൊടുത്ത ബസ്സുകളെല്ലാം ദുർവിനിയോഗം ചെയ്യുന്നു. ഈ കാര്യങ്ങൾ ആദ്യം തന്നെ പുറത്തു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒരു അസാധാരണമായിട്ടൊരു മുന്നേറ്റമാണ് നടത്തിയത് അവർ ആദ്യ പാദത്തിൽ തന്നെ, അല്ലേ? അതെ. പിന്നെ അടുത്തത് നമ്മൾ ആലപ്പുഴയാണ്. ആലപ്പുഴ ശ്രീ വെള്ളാപ്പള്ളി നടേശന് വലിയ സ്വാധീനമുള്ള SNDPക്കാർക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള ജില്ലകളിൽ ഒന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ജില്ലയിൽ ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന നേതാവ് LDFനോടും UDFനോടും തത്വത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിലൂടെ കാണുന്നത്. അദ്ദേഹം BJP ക്യാമ്പിലേക്ക് അദ്ദേഹത്തിന്റെ പുത്രനെ നേരത്തെ പറഞ്ഞു വിട്ടതാണ്. അത് ചുമ്മാതല്ലല്ലോ. എന്തെങ്കിലും കാണാതെ അദ്ദേഹം ഈ അടുപ്പത്ത് കലം വെച്ചിട്ട് അരിയിട്ട് കാത്തിരിക്കുകയൊന്നുമില്ല. എന്തോ കറിക്ക് വരുമെന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നതുപോലെ അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള ചർച്ചകൾ ബഹുഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൂടെ ആയിട്ടുണ്ടെങ്കിൽ ആലപ്പുഴ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞ വിപ്ലവ മണ്ണാണ്. വിപ്ലവം പൂത്തുലഞ്ഞ അല്ലെങ്കിൽ അതിന്റെ ചോരച്ചാലുകൾ ഒഴുകിയ ഒരു പ്രദേശമാണ്. അവിടെ നിന്ന് ആ വിപ്ലവത്തിന്റെ അലയലുകൾ മാഞ്ഞു പോയിട്ട് മറിച്ച് ഈ ചെങ്കൊടിയുടെ കളർ മങ്ങിയത് കാവ്യായി മാറുന്ന ഒരു രീതി അവിടുത്തെ പ്രാദേശിക കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പല സ്ഥലങ്ങളിലും കണ്ടു. BJPക്ക് ശക്തമായ വോട്ട് വിഹിതം വർദ്ധിച്ച ഒരു ജില്ലയാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. മാഷെ, അവിടെ സംഭവിച്ചെന്ന് വാരിക്കുന്തമേന്തിയ ആ തലമുറയുടെ കാലം കഴിഞ്ഞു. അടുത്ത തലമുറയാണ്. അതിൻ്റെ ലഹരിയോ വിപ്ലവ വീര്യമോ ഒന്നും ഉൾക്കൊള്ളാത്ത ഒരു ജനറേഷനാണ് ജെൻ സി ആയിട്ട് വരുന്നത്, അല്ലേ? അതുപോലെ തന്നെ പഴയ നേതാക്കന്മാർ G. സുധാകരനൊക്കെ അവിടെ ഉണ്ട്. അവരെയൊക്കെ എങ്ങോട്ടാ അരികുവൽക്കരിച്ചു, അല്ലേ? അല്ലെ, സുധാകരന്റെ പ്രസ്താവന യഥാർത്ഥത്തിൽ BJPക്ക് അനുകൂലമാണെന്നുള്ള സാർ ശ്രദ്ധിച്ചല്ലോ. അദ്ദേഹത്തിന്റെ വരികൾക്കിടയിലല്ല, വരികളിൽ തന്നെ അനുകൂലമായിട്ട് BJP അദ്ദേഹത്തെ പുകഴ്ത്തുന്ന രീതിയിൽ തന്നെ വാചകങ്ങൾ കണ്ടു. ഇനി പ്രകാശ് ജാവദേക്കർ എന്നാണ് അദ്ദേഹത്തെ വന്ന് കാണുക? ഒരിക്കൽ കണ്ടിരുന്നു. ഇനിയിപ്പോൾ ഇനി വീണ്ടും ഒരു കൂടിക്കാഴ്ച ഉണ്ടാവും. അപ്പോഴറിയാം നമുക്ക്. എന്തായാലും വെള്ളാപ്പള്ളിയെ അദ്ദേഹം കണ്ടു ഈ ജില്ലയിൽ തന്നെ. പിന്നെ തീർച്ചയായിട്ടും വേറൊരു കാര്യം, CPMന്റെ നേതൃത്വം അവിടെ കൈയാളുന്നത് ഇസ്ലാമിസ്റ്റുകളാണെന്നൊരു ആരോപണം പറഞ്ഞത് മറ്റാരുമല്ല, G. സുധാകരൻ തന്നെയാണ്. അത് തീർച്ചയായിട്ടും BJPക്ക് വലിയ ഒരു മൈലേജ് അവിടെ കൊടുക്കുന്നുണ്ടെന്നുള്ളത്
സുധാകരനെ ഒതുക്കിയ ആളുടെ പേരുൾപ്പെടെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് നമ്മൾ ചാനലിലൊക്കെ സ്ഥിരം വരുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെ വന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴേ സുധാകരൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കറതീർന്ന നായർ സമുദായ അംഗമാണ്. അദ്ദേഹം വാല് മുറിച്ചിട്ടുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും അദ്ദേഹം നായരാണ്, അന്തസ്സുള്ള ഒരു മനുഷ്യനാണ്, അഴിമതി രഹിതനായ ഒരു മനുഷ്യൻ, നല്ല പ്രതിച്ഛായുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങളും നായർ സമുദായങ്ങളിൽ അല്ലെങ്കിൽ മുസ്ലിം ക്രിസ്ത്യൻ ഇതര വിഭാഗങ്ങളിൽ പ്രത്യേകമായ ജാഗ്രതയോടുള്ള ഒരു കൗതുകം അവർക്കതിലുണ്ടാകും. ആ കൗതുകം എന്ന് പറയുന്നത് BJP അനുകൂലമാക്കി മാറ്റുന്നത് അങ്ങനെ മാത്രമല്ല, വേറൊരു ഘടകമുണ്ട്. അതായത് ഈ പുന്നപ്ര വയലാർ രക്തസാക്ഷി വാരാചരണം എന്ന് പറയുന്നത് ആ പ്രദേശങ്ങളിലെ അല്ലെങ്കിൽ ആ പ്രദേശം ഉൾക്കൊള്ളുന്ന ഉപജില്ലയുടെ ഭാഗത്ത് അതിഗംഭീരമായൊരു ഉത്സവ പ്രതീതിയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പൊ നമ്മളവിടെ ചെല്ലുമ്പോൾ പുതിയ തലമുറയിലുള്ള ആൾക്കാരെ അവിടെ നമുക്ക് കാണാൻ പറ്റില്ല. പഴയ മുഖങ്ങളും പഴയ തലമുറയിലുള്ള ആൾക്കാരും ഒരു ചടങ്ങായിട്ട് അത് മാറ്റും. നേരത്തെ അതൊരു ഉത്സവമായിരുന്നെങ്കിൽ ഇപ്പൊ അതൊരു ചടങ്ങായി മാറിയിരിക്കും. അപ്പൊ ജനകീയ പങ്കാളിത്തത്തിൽ പുതിയ തലമുറയുടെ വോട്ടുകൾ പോയിരിക്കുന്നത് ഇവരുടെ കയ്യിൽ നിന്ന് ആദർശ വിപ്ലവത്തിന്റെ ഭാഷയിൽ നിന്ന് വികസനത്തിന്റെ ഭാഷയിലേക്ക് അവർ ആകൃഷ്ടരായി എന്നുള്ളതാണ്. ചുവപ്പിലേക്ക് പച്ച വെളിച്ചം അടിച്ചപ്പോൾ അവിടെ കാവിയായി മാറി എന്നുള്ള ഒരു അത് ആലപ്പുഴയിലും നമ്മൾ കാണുന്നു. മറ്റൊന്ന് കൊല്ലമാണ്. കൊല്ലം നമുക്കറിയാം, കൊല്ലത്തിന്റെ ഒരു പാരമ്പര്യത്തിൽ അവിടെ നിർണായകമായ ഒരു ശക്തിയാണ് ഹിന്ദുക്കൾ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വളരെയേറെ മണ്ഡലങ്ങളിൽ, അതായത് മണ്ഡലം തിരിച്ചു നോക്കിയാലും പഞ്ചായത്ത് നോക്കിയാലും ഒക്കെ ശ്രീനാരായണ ഗുരുവിന്റെ കർമ്മഭൂമിയായിരുന്നു. വർക്കല ശിവഗിരി മഠം ഇരിക്കുന്ന സ്ഥലമാണ്. SNDP സ്വാധീനമുണ്ട്, വൻ സ്വാധീനമുള്ള. അപ്പോൾ ആ ഒരു മണ്ഡലത്തിലും വിവിധ സമവാക്യങ്ങൾ രാഷ്ട്രീയ കക്ഷികൾ പരീക്ഷിച്ച് ഹിന്ദുക്കൾക്ക് പ്രത്യേകിച്ച് അവിടെ ഒന്നും കിട്ടിയിട്ടില്ലെന്നുള്ള ആവലാതിയുള്ള ഒരു വിഭാഗമുണ്ട്. അത് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെതായ പ്രവർത്തന മേഖലയിൽ പെട്ട എല്ലായിടത്തും പരസ്യമായ മൈക്കിലൂടെ വിളിച്ചു പറയുന്ന ഒരു കേട്ട് വളർന്നൊരു സമൂഹമാണ് അവിടെയുള്ളത്. അപ്പൊ അവിടെ ഇപ്പോഴത്തെ ഈ ലാസ്റ്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതത്തിൽ കാര്യമായ BJPക്ക് പ്രതീക്ഷയുള്ള മുന്നേറ്റങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. പിന്നെ ഒരു ജില്ല കൂടെ നമുക്ക് പറയുകയാണെങ്കിൽ അത് പാലക്കാടാണ്. പാലക്കാടിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പാലക്കാട് ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരം പോലെ തന്നെ ഒരു കാവ്യവൽക്കരിക്കപ്പെട്ട ഒരു പ്രദേശമാകുമ്പോൾ അവിടെ അതിശക്തനായ നേതൃത്വത്തിലോടുകൂടിയാണ് BJPയുടെ VK പ്രശാന്ത് എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിന്റെ പേര് ഒരു പ്രശാന്ത് എന്നാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു പേരാണല്ലോ. ആ ഒരു ബോഡി ബിൽഡിംഗ് നടത്തി ഒരു ആർഷോയെ ഒരു അടി കൊടുത്തൊരു നേതാവാണ്. അതും ശാന്തനാണെങ്കിൽ അത്ര ശാന്തനല്ല. അപ്പോ അതോടുകൂടി ഒതുങ്ങിപ്പോയി. പിന്നെ പൊതുരംഗത്ത് അദ്ദേഹത്തെ അധികം കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഒക്കെ അതിശക്തമായ നേതൃത്വം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. തന്നെയുമല്ല അവിടെ വേറൊരു അനുകൂല ഘടകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ MLA രാഹുൽ മാങ്കൂട്ടത്തിലല്ലേ ആ ഒരു തർക്കമുണ്ട്, അതിനെ കുറിച്ച് തർക്കമുണ്ട്. ഇപ്പൊ അവിടെ വേറൊരു സ്ഥാനാർത്ഥിയെ വെക്കാൻ, തങ്കപ്പൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ വെക്കാനായിരുന്നു തീരുമാനം. പക്ഷേ അതിന് എതിർപ്പ്, അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റില്ല, അതിന് തക്ക സ്വാധീനമില്ല. അതിന്റെ അർത്ഥം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ തന്നെയല്ല, കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റിയെ വെച്ചിട്ടുണ്ടല്ലോ, ആ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് നിരീക്ഷകരായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് വിജയ സാധ്യത മാത്രമാണ് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് സ്ഥാനം. പക്ഷെ ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം ഒരു വേദിയിൽ രമേശ് ചെന്നിത്തല നടന്നു പോകുമ്പോൾ എഴുന്നേറ്റു, രമേശ് ചെന്നിത്തല കാണാത്ത രീതിയിൽ ഓടിക്കളഞ്ഞു എന്നുള്ളത് വീഡിയോ ക്ലിപ്പിംഗ് കണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെയുള്ളൊരു നീക്കവും സജീവമായിട്ട് നടക്കുന്നുണ്ട്. പണ്ട് BJPക്കാരെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറിയിരുന്ന പോലെ ഒരു സംഭവം അത്. അപ്പോ പാലക്കാട് എന്ന് പറയുന്നത് ഈ രീതിയിൽ ഇപ്പോൾ BJP അതിശക്തമായ അടിത്തറ ഉണ്ടാക്കി കഴിഞ്ഞൊരു പ്രദേശമാണ്. അവിടെയൊക്കെ ഈ ഇലക്ഷൻ, തദ്ദേശ സ്ഥാപനങ്ങളിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കാണുന്നത് മികച്ച വിജയത്തിനുള്ള എല്ലാ സ്രോതസ്സും BJPയോട് ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ചെറിയ പോയിന്റ് കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് BJP കേരള രാഷ്ട്രത്തിൽ മുന്നോട്ട് വെക്കുന്നത് അഴിമതിയില്ലാത്ത വികസനത്തിന്റെ ഒരു ഭരണത്തിന്റെ പശ്ചാത്തലമാണ്. അതോടൊപ്പം തന്നെ BJP അധികാരത്തിൽ ഏറിയതിനു ശേഷം ആരും പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല. പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വന്നിട്ടില്ലെന്ന് മാത്രമല്ല, പാകിസ്ഥാനിലേക്ക് ഇങ്ങോട്ട് തെറ്റായ രീതിയിൽ വരുന്നവരെ കൈകാര്യം ചെയ്തിട്ടുമുണ്ട്. ഇത് മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിലുള്ള പല കാര്യങ്ങളും ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം അത് ചർച്ച ചെയ്യാനുള്ള അവസരം വരുന്ന വെച്ചാൽ DYFI മറഡോയ്ക്ക് പുറത്താക്കിയപ്പോൾ അവിടുത്തെ നാട്ടുകാർ നൃത്തം ചെയ്യുമ്പോൾ DYFIക്കാർ ഇവിടെ കൊടിയും പിടിച്ചുകൊണ്ട് പുറത്തിറങ്ങി അവർക്ക് അനുകൂലമെന്ന്. ഇതേപോലെ തന്നെ ഫലസ്തീനിലെ വിഷയത്തിൽ DYFI വന്നു, കോൺഗ്രസ് വന്നു. പക്ഷേ ന്യൂനപക്ഷങ്ങളുടെ ബംഗ്ലാദേശിലെ വിഷയത്തിൽ അവർ വന്നില്ല. ഇതൊക്കെ വായിക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു ഹിന്ദു സമൂഹത്തിന്റെ മുന്നിലേക്ക് മതനിരപേക്ഷതയുടെ യഥാർത്ഥ അടയാളമായിട്ട് BJP അവരുടെ ഇത്രയും നാളത്തെ പ്രവർത്തനം കൊണ്ടുവരുമ്പോൾ ജനങ്ങൾ സത്യസന്ധമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അത് ഏത് മുന്നണിക്കാണ് ഗുണം കിട്ടുമെന്ന് മുന്നണികൾക്ക് അറിയാം. അങ്ങിപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, അതുപോലെ പാലക്കാട്
ഈ 4 ജില്ലകളും BJP തൂത്തുവാരും എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനെ കുറച്ചുകൂടി ഒരു ബലം നൽകുന്ന രീതിയിലാണ് ഇപ്പോൾ വർഗീയമായ അജണ്ട ഇരുകൂട്ടരും രമേശ് പേടിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. ഈ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് അവരിത് പറയുന്നത്. പേടിയിൽ നിന്നുണ്ടാകുന്ന ഒരു വർഗീയ അജണ്ടയിലേക്ക് പോകേണ്ടി വന്നു. അതേസമയം BJPയുടെ അജണ്ട എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വികസനം തന്നെയാണ്. ആ വികസന അജണ്ടയിൽ നിൽക്കാൻ ധൈര്യമുള്ള ഒരേ പാർട്ടി BJP മാത്രം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.